അല്ലാതെ ഒരു ക്രൈം നടത്തിയ കേസെടുക്കൂലേ? എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്താണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നാട്ടുകാർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നത്. വഴിയിൽ കൂടി പോണവനും പുല്ല് വെട്ടാൻ പോയവനും വീട്ടിൽ കയറി ഇരുന്നവനും ചായ കുടിക്കാൻ പോയവനും ഒക്കെതിരെ കേസെടുത്ത കാലമാണ് കോവിഡ് കാലം. കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പരിശോധിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത കാലം കോവിഡ് കാലമാണ്. അപ്പൊ സാംസ്കാരിക മന്ത്രിയായിരുന്ന ബാലൻ പറയാണ് കോവിഡ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. കോവിഡായ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ കേസെടുക്കില്ല, അന്വേഷിക്കില്ല എന്നാണോ? എന്തൊരു അബദ്ധങ്ങളാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊരു അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന്ത്രി സജീകരിയാൻ പറയുന്നത് ചില പ്രത്യേക ഭാഗങ്ങൾ ഞാൻ വായിച്ചില്ല, അദ്ദേഹത്തിന് വായിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ചില പ്രത്യേക ഭാഗം ഞങ്ങളുടെ നിലപാട് ഇത് രാഷ്ട്രീയമല്ല. സാധാരണ പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ്, ലക്ഷ്യം വെച്ചിട്ടാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച്, സാംസ്കാരിക മന്ത്രിയെ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഞങ്ങൾ ആരെയും ലക്ഷ്യം വെച്ചിട്ടല്ല. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ, UDFന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാടാണ്, സ്ത്രീപക്ഷ നിലപാട്. അത് എത്ര വലിയ കൊമ്പന്മാരാണ് അപ്പുറത്തെങ്കിൽ അവരുടെ കൂടെയല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പാവം ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ കൂടെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം എടുക്കുന്ന ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ ഒരു ഉറച്ച സ്ത്രീപക്ഷ നിലപാട് എന്നിട്ട് ചരിത്രം വിലയിരുത്തും.